കുവൈറ്റിൽ 1.5 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ടെർമിനേഷൻ വന്ന് അവിടെ ഒരു ഇൻഷുറൻസ് കട്ടായതാണ്. അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് ടെർമിനേഷനായി. അന്നേരം ഞങ്ങൾ പ്രാർത്ഥിച്ചു, തമ്പുരാനോട് പറഞ്ഞു, നല്ല കാര്യം, MOH ഇപ്പം മിനിസ്ട്രിയിൽ എടുക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് അവിടെ കയറാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ആ രീതിയിൽ മുമ്പോട്ട് പോയി. ടെർമിനേഷൻ കിട്ടി ഒരാഴ്ച ഞങ്ങളുടെ പേപ്പർ കൊണ്ട് സബ്മിറ്റ് ചെയ്തു. അവർ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് 2ാമത്തെ ദിവസം അവർ പറഞ്ഞു ഇപ്പം MOH എടുക്കുന്നില്ല, 3-4 മാസം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞങ്ങൾ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അന്നേരമാണ് പിന്നെ ഈ പേപ്പർ കൊടുക്കാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു ചേച്ചി പറഞ്ഞു, നമുക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാം. അന്നേരമാണ് മാതാവിനെ പറ്റിയൊരു കൂടുതലായിട്ട് എനിക്ക് വിശ്വാസം വന്നത്. അന്നേരം ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു, കൊന്ത ചൊല്ലി ആ ചേച്ചി മുഖേന ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞൊരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും എല്ലാവരും പറയുന്നു ഇനി സെപ്റ്റംബർ ആവും, ഒത്തിരി ലേറ്റ് ആവും, നമുക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പോഴും ഞങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ, അന്നേരം എനിക്ക് വിശ്വാസം കൂടി, മാതാവിനോടുള്ള വിശ്വാസം കൂടി, കൃപാസനത്തോടുള്ള വിശ്വാസം കൂടി. ഞാനപ്പോൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും 5:30 ആകുമ്പം കറക്റ്റ് ഇവിടുത്തെ 5:30 എന്ന് പറയുന്നത് അവിടുത്തെ 3 മണിയാകുമ്പോൾ എണ്ണിട്ട് പ്രാർത്ഥിക്കും. വൈകിട്ടത്തെ പ്രാർത്ഥന അതേപോലെ തന്നെ ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ അപ്പം സംഭവിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെയും കേൾക്കുന്നു 3 മാസം എന്ന് പറഞ്ഞത് എളുപ്പമെന്ന് അവർ അടുത്ത ഇത് തുടങ്ങിയെന്ന്, പേപ്പർ വർക്ക് മിനിസ്ട്രിയിലേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊടുത്തു, എൻ്റെ എടുത്തു, പേപ്പർ എടുത്തു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിനും എക്സാമിനും പിന്നെയും എക്സാം പറഞ്ഞു. അന്നേരവും ഉള്ളിൽ ഭയം, എന്ത് ചെയ്യുമെന്നറിയാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ. MOH എക്സാം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു എക്സാം പോലെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഫീതിയാണ്. അപ്പോഴും ഞാൻ എൻ്റെ കയ്യിലിരുന്ന കാശ് രൂപം കൈവച്ച് ഞാൻ എക്സാമിന് എഴുതി, ഇൻ്റർവ്യൂ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു, പാസ്സായെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ഒത്തിരി നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആങ്ങളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ മാതാവിനെ കൂടുതൽ അറിയാൻ വേണ്ടിയാണ് നിനക്ക് പരീക്ഷണങ്ങൾ തരുന്നത്, നീ കൂടുതലായിട്ട് മാതാവിനെ അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പേപ്പർ വർക്ക് 6 മാസം നീണ്ടു നിൽക്കുന്ന പേപ്പർ വർക്ക് 3 മാസം കൊണ്ട് ഞങ്ങളുടെ പേപ്പർ വർക്ക് നീങ്ങി. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം എനിക്കുണ്ടായ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ വിസ തീരുമായിരുന്നു. വിസ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുത്തെ 3 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ വിസ എടുക്കണം. എന്ത് ചെയ്യുമെന്നറിയാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ജോസഫ് അച്ഛൻ അന്ന് ധ്യാനം ഉണ്ടായിരുന്നു ട്യൂസ്ഡേയിലെ. ആ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, വിസയുമായി ഭാരപ്പെടുന്നവർ അവർക്ക് ഇന്ന് അതിൻ്റെ അങ്ങനെ പറഞ്ഞ ആ പ്രാർത്ഥനയിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു ആ ധ്യാനം കഴിഞ്ഞൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഒരു ബ്രദർ വിളിക്കുന്നു, മഞ്ജു നീ എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വാ, ഇവിടുന്ന് ഞാൻ ജോലി ചെയ്ത പഴയ ഹോസ്പിറ്റലാണ്, അവർ 3 മാസത്തെ വിസ തരും, നീ എളുപ്പമെന്ന് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നുകൊണ്ട് എളുപ്പമെന്ന് ഇത് മാറി എളുപ്പമെന്ന് ഞാൻ ഒരുങ്ങി ഹോസ്പിറ്റലിൽ ചെന്നു. അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, 3 മാസത്തെ വിസ നിനക്ക് തരാം, നിനക്ക് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ട് വരാൻ. അന്നേരവും ഞാൻ അമ്മ മാതാവിനോട് നന്ദി പറഞ്ഞു, ഞാനിപ്പം നാട്ടിൽ പോവുകയാണെങ്കിൽ ഞാൻ പോയി ഉടമ്പടി എടുക്കും എന്ന് ഞാൻ ഉറച്ച തീരുമാനത്തോടെ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് വിസ അവർ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തു. ഞാൻ നാട്ടിൽ വന്ന് 2ാമത്തെ ദിവസം ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞ് ഞാൻ പോയി. സെപ്റ്റംബറിലാണ് ഉടമ്പടി എടുത്തത്. സെപ്റ്റംബറിൽ വന്ന് 2025 സെപ്റ്റംബറിൽ വന്ന് ഉടമ്പടി എടുത്തു. ഞാനത് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അവർ അവിടുന്ന് പിന്നെയും പറഞ്ഞു, ഇനി 3 മാസം കഴിയും ജോയിനിങ്ങിന്, നാട്ടിൽ പോകേണ്ടവർക്ക് പോകാം, ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ പിന്നെയും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം എക്സിറ്റ് തരത്തില്ല, പോകാൻ പറ്റത്തില്ല. അന്നേരവും ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു, മാതാവേ എന്താ ഇത്, ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോഴും പിന്നെ അതിൽ തടസ്സങ്ങൾ വരുന്നു. അന്നേരവും ഞാൻ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ അന്നേരം കാശ് രൂപം ഉണ്ടായിരുന്നു, ഞാൻ കാശ് രൂപം മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, എനിക്ക് ഫോൺ വന്നു, മഞ്ജു എളുപ്പമെന്ന് വാ, എക്സിറ്റ് പേപ്പർ തരാമെന്ന്. അങ്ങനെ ഞാൻ എക്സിറ്റ് പേപ്പർ മേടിച്ചു. ഞാനിവിടെ എത്തി. 3 മാസം ജോയിനിങ്ങിൽ ലേറ്റ് ആവുമെന്ന് പറഞ്ഞത് ഇപ്പം മിഞ്ഞാന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചിലപ്പോൾ ബുധനാഴ്ചത്തേക്കിന് ജോയിനിങ് ആവും, തിങ്കളാഴ്ച ആകുമ്പോഴത്തേന് കയറി വരണമെന്ന്. എൻ്റെ ജീവിതത്തിൽ മാതാവ് നടത്തിയ വലിയൊരു അനുഗ്രഹമാണ് ഇന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുന്നത്.